ഒരാൾക്ക് നോമ്പുണ്ടെങ്കിൽ കൂട്ടുകൂടൽ ഒഴിവാക്കണം. കൂട്ടുകൂടിയാൽ നല്ല ഭക്ഷണം ഉണ്ടാവും, കഴിക്കേണ്ടി വരും. ഒരു കൂട്ടത്തിൽ ഒരാൾ കഴിക്കാതിരുന്നാൽ മോശമായി കണക്കാക്കപ്പെടും. ഇന്നലെ ഉണ്ടായ അനുഭവം പറയാം. ഞാനും മൂസക്കുട്ടിയും രണ്ടാളും കൂടി പാറപ്പള്ളി സിയാറത്തിന് പോയി. എൻ്റെ പൊതുരീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചായ കുടിക്കും, എന്തെങ്കിലും ചെറിയ കാനം എന്തെങ്കിലും കൂട്ടിയിട്ടൊരു ചെറിയ ചായ കുടിക്കും. പിന്നെ എന്ത് ചെയ്യും, 10 മണിക്ക് ഒരു ഭക്ഷണം കഴിക്കും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല. പിന്നെ ഒരു 5 മണിക്കൊരു ഭക്ഷണം കഴിക്കും, 5 മണി 6 മണി ആ നേരത്തെ ഭക്ഷണം കഴിക്കും. പിന്നെ കഴിക്കൂല. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, പരമാവധി കഴിക്കൂല. കൂട്ടത്ത് കൂടിയാലും അതും കഴിക്കൂല, ഇല്ലെങ്കിൽ കഴിക്കൂല. അപ്പം അങ്ങനെ അതാണ് എൻ്റെ റൊട്ടേഷൻ, ഇങ്ങനെ പോകും. ഇന്നലെ ഞങ്ങളൊരു വഴിക്ക് പോയി, ഞാനും മൂസക്കുട്ടിയും വേറെ രണ്ടാളുണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിക്കാതെ പോരണം എന്നാണ്. പക്ഷെ കൂട്ടത്തിൽ കൂടിയ ആളുകൾ ഉച്ചഭക്ഷണം പതിവാക്കിയ ആളുകളായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം എന്ന് അവർ പറയുമ്പോൾ ഞാൻ വേണ്ടാൻ പറയാൻ പറ്റൂല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, നല്ലൊരു ഭക്ഷണമുള്ള ഹോട്ടലിൽ തന്നെ അവർ കയറി ഭക്ഷണം കഴിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടം ഉണ്ടായതുകൊണ്ട് മാത്രം നടന്നതാണ് ആ ഭക്ഷണം. അപ്പോൾ ഞാൻ അവിടുന്ന് മാറിക്കാൻ പറ്റില്ല. ഞാൻ വെച്ചാൽ 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്നവരാണ്, മനസ്സിലാവുണ്ട് പറഞ്ഞത്, ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ അവിടുന്ന് മാറി നിന്നാൽ അവർ പട്ടിണിയിലാവും, ഞാൻ ഇല്ലാതെ ഒരു ഭക്ഷണം കഴിക്കൂല. അപ്പോൾ എനിക്ക് അവിടെ നിർബന്ധ സാഹചര്യം വന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാത്ത രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് 3 മണിക്ക് പിന്നെ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഞാൻ അവിടെ 3 മണിക്കും ഭക്ഷണം കഴിക്കില്ല. എൻ്റെ പൊതു രീതി അനുസരിച്ച് പിന്നെ ഒരു 5 മണിക്ക് ഭക്ഷണം കഴിക്കും, ഉച്ചഭക്ഷണം കഴിക്കൂല. അങ്ങനെ പോകും. എന്നാൽ പിന്നെ എന്താണ്, ഈ ഉച്ചഭക്ഷണം 5 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അതതിന് മതിയോ. എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സ് കിട്ടിയാൽ അപ്പം ഈ ദിവസം മൊത്തം ഈ 2 ഭക്ഷണത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. തിരിഞ്ഞില്ല, ഇതിൻ്റെ പൊതുരീതിയാണ്. കൂട്ടത്ത് കൂടുമ്പോൾ ഒക്കെ അത് പൊളി. എപ്പോൾ കൂട്ടുകൂടിയോ അപ്പോൾ പൊളി. കാരണം അത് അവിടെ നമ്മളെ താല്പര്യം മാത്രം അവിടെ എടുക്കാൻ പറ്റൂല. നമ്മളെ താല്പര്യം എടുത്താൽ മറ്റൊരു പട്ടിണില്ലോ. കാരണം അവർക്ക് നമ്മളെ രീതിയല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് കൂട്ടം കൂടൽ ഒഴിവാക്കൽ നല്ലതാണ്. കാരണം കൂട്ടം കൂടിയാൽ കഴിക്കേണ്ടി വരും. അവിടെ പിന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് പൊതുവെ ഭക്ഷണത്തെ ഒരു ഇഷ്ടമാണ്. ആ കൂട്ടത്തിലുള്ളവർക്ക് നല്ല ഭക്ഷണം ഓർഡർ ചെയ്താൽ നമ്മളായിട്ട് തിന്നാ നോക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കൂട്ടം കൂടൽ, ഈ സമൂഹ നോമ്പ് തുറകൾ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണ, നോമ്പ് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവർക്ക് നല്ലതാണ്. കൂട്ടം കൂടിയ ഭക്ഷണം കഴിക്കും. ഇപ്പം നോമ്പ് തറാവി കഴിഞ്ഞിട്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. തറാവി കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ 4 ആൾ ഒരുമിച്ച് കൂടിയാൽ, ഒരു കാറിൽ നിങ്ങൾ കയറിയാൽ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തറാവി നിസ്കരിച്ച്, തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാന്ന് പോവുക, പോയി കൂളിമാട് അങ്ങാടിയിലെത്തിയാൽ പിന്നെ അവിടെ അമേരിക്കയിൽ എന്തൊക്കെയാണോ ഭക്ഷണം ഉള്ളത് അത് കൂളിമാട് അങ്ങാടിയിൽ കിട്ടും. സത്യമല്ലേ ഞാൻ പറയും? അപ്പം അവിടെ ചെന്നാൽ അവിടെ പിന്നെ അവിടെ പല ഭക്ഷണമുണ്ട്. ആ ഓർഡർ ചെയ്താൽ സ്വാഭാവികമായി നിങ്ങളും കഴിക്കും. ഒന്നും അവിടെ മാറി നിൽക്കുന്നതിൽ ഹൈറില്ല. പിന്നെ ഓലെ ആഗ്രഹിച്ചത് ഇജ്ജ അവിടെ ഉണ്ടായതുകൊണ്ട് തിന്നാതെയായി, വേണ്ട. കൂട്ടം കൂടൽ ഒഴിവാക്കുക പരമാവധി. നോമ്പ് കാലത്ത് നമ്മുടെ കൃത്യത നമ്മൾ തന്നെ ഉണ്ടാക്കുക. നോമ്പ് ഹിംസാക്കാം. അതായത് ഇല്ലാത്ത കാലത്ത് തിന്നരുത് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് നോമ്പ്. അപ്പോൾ ഉള്ള കാലത്ത് തിന്നാതിരിക്കണമെങ്കിൽ പാമ്പം പണിയാണ്. അക്കാലത്ത് തിന്നാണ്ടാക്കലാണ് പണി, ഇക്കാലത്ത് തിന്നാതിരിക്കലാണ് പണി. കാലത്ത് തിന്നാതിരിക്കുക എന്നുള്ള പണിയാണ്. ഇപ്പൊ ഉച്ചക്ക് കല്യാണത്തിന് പോയാൽ പള്ളർച്ച് തിന്നും, പിന്നെ 4 മണിക്ക് നിശ്ചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കാനുണ്ടാവും, അവിടെയും നിന്നും. പിന്നെ രാത്രി ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും, അപ്പോൾ അവിടെയും നിന്നു.
ഇതെന്താ തിന്നണത്? ഈ മന്തി പൊറാട്ട ഇതന്നെ തിന്നുക. അപ്പൊ ഈ കൂട്ടം കൂടുന്ന കാര്യങ്ങളൊക്കെ റമളാൻ മാസത്തിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇംസാക്കിന്റെ അസ്ല് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതായത് ദാരിദ്ര്യകാലത്ത് തന്നെ ഭക്ഷണത്തെ കുറച്ച് തുടങ്ങിയതാണ്. ദാരിദ്ര്യകാലം ഒന്നുമില്ല അക്കാലം, അതാണ് അക്കാലത്ത് തുടങ്ങിയതാണ് ഈ ഇംസാക്ക്. അപ്പൊ അത് വളരെ 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 നമ്മൾ ചിന്തിക്കണം. ഒരുപാട് മഹത്തുക്കൾ മഹൽ രേഖകൾ ഈ വിഷയത്തിൽ കാണാം. നോമ്പ് ഞാനാണ് കൂലി കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്താണ്? ആ നോമ്പിൻ്റെ ഉള്ളിലുള്ള ത്യാഗാണത്. സമ്മൻ നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാഹു ഷഹ്റ സുബ്രി, സുബ്റിന്റെ മാസമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അസ്സൗമു നിസ്ഫു സുബ്രി, നോമ്പ് എന്നാൽ ഇമാം തുർമുദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഖാല നബിയുൽ മുസ്തഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സൗമു നിസ്ഫു സുബ്രി, സുബ്റിന്റെ പകുതിയും നോമ്പാണ്. അപ്പോൾ ഒരാൾ സുബ്ർ അയാൾക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ നന്നാകേണ്ടവരൊക്കെ ഭക്ഷണം ഒഴിവാക്കിയത്. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്നവർ ഹലാലായ ഭക്ഷണം കഴിക്കണ നോമ്പല്ലാത്ത കാലത്ത് തന്നെ തീറ്റൊക്കെ ഉണ്ടായില്ല. എന്തുകൊണ്ട്? നേടണം, മേലക്ക് കയറണം, അള്ളാഹിന്റെ മഅരിഫത്ത് കിട്ടണം. അതിന് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ത് ചെയ്തില്ല? ഭക്ഷണം തന്നെ കഴിച്ചില്ല ഒരു കൊല്ലം. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്നവർ തിന്നിട്ടെന്നല്ല ഒരു കൊല്ലം ഭക്ഷണം തന്നെ കഴിച്ചില്ല. എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടാവും, എന്നാലും മനുഷ്യൻ ജീവിക്കാം. അപ്പൊ മനുഷ്യൻ എന്തിൻ്റെ സൊബർ ചെയ്താൽ സൊബറിലല്ലാതെ റബ്ബിനെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ സൊബർ ചെയ്തു. അതുണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരാൾക്ക് അസ്ല് സൊബർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നോമ്പ് വേണം. നോമ്പ് പറഞ്ഞാൽ എന്താണ്? സൊബറാണ്. അപ്പൊ ഈ സൊബർ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കണം. അപ്പൊ ഇനി കുറച്ച് പണി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ സൊബറില്ല. ഇപ്പൊ നമുക്ക് വിഷമമുണ്ടോ? ഇല്ല. കൊതി ഉണ്ടാവും, പൂതിയാണ്. എന്തല്ല? വിശപ്പല്ല, പൂതിയെ നമ്മൾ വിശപ്പ് എന്ന് പറയും. ഇന്നിപ്പോൾ ഒന്നും തിന്നണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി പോയപ്പോൾ ആള് ഇറച്ചിയും പൊറാട്ടയും തിന്നുണ്ടപ്പോൾ ചിലപ്പോൾ പട്ടി നടക്കേണ്ട പൈസ ഉണ്ടല്ലോ കയ്യിൽ. അപ്പം നമ്മൾ കയറി, അപ്പം ചോറ് ഭക്ഷണം കഴിച്ചു. അതെന്താണ്? പൂതിയാണ്. എന്തല്ല? വിശപ്പല്ല. അത് വളരെ ചിന്തിക്കണം. നമ്മൾ ഇന്ന് കൊതിക്ക് വിശപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വിശക്കുന്നില്ലല്ലോ, ഇനി കുറച്ച് ഞാൻ വിശക്കൂല, കാരണം നിങ്ങൾ അത്താഴം കഴിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പണിയെടുത്തിട്ടില്ല? എന്തെങ്കിലും ചില്ലറ ഭക്ഷണേ ഉണ്ടാകൂ അത്താഴത്തിന്. നേരം വെളുത്താൽ കൈക്കോട്ടും കൊണ്ട് ഇറങ്ങി പണിയെടുക്കണം. അവർക്ക് 6-6:30 മണിയാകുമ്പോൾ വിശക്കും. എന്നിട്ട് അവർ വിശപ്പോടുകൂടി മകരിപ്പ് വരെ വെക്കും. അതാണ് ആ നോമ്പ്. നിങ്ങളിൻ്റെ കൂടെ അല്ല, തല കൊടുത്തിട്ട് ചിന്തിക്കണം. അതായത് ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ആ കാലത്ത് അത്താഴത്തിനില്ല. അങ്ങനെ കഷ്ടിച്ചൊരു അത്താഴം കഴിക്കും. എന്നിട്ട് നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചാൽ കൈക്കോട്ട് കൊണ്ടുപോകും, പാടത്ത് പോവും. സുബഹി നിസ്കരിച്ചാൽ കൊത്തൽ തുടങ്ങും, അല്ലെങ്കിൽ കന്നൂട്ടൽ തുടങ്ങും, അല്ലെങ്കിൽ കൈക്കോട്ട് ഒത്തി, അല്ലെങ്കിൽ മാർക്കറ്റ് പോയി ഏറ്റൽ തുടങ്ങും. അപ്പോൾ അവർക്ക് സുബഹി നിസ്കരിച്ച് പണി തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 6-6:30-7 മണിയാകുമ്പോഴത്തേനും വിയർത്ത് കുളിച്ച് ദാഹിച്ച് വിഷം ഇനി സബറിയാണ്. ഏതുവരെ? ഇനിയും പണി എന്താ? ഫാനിട്ട് ഉറങ്ങല്ല, ഇനിയും ഏറ്റന്നെ കിൻഡൽ ചാക്കേറ്റ. അക്കാലത്തെ കിൻഡൽ ചാക്ക് തന്നെയാണ്. ഇപ്പൊ കിൻഡൽ ചാക്ക് ഉണ്ടായ കോടതി കേസ് കൊടുക്കും.
കിൻഡൽ ചാക്ക് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അക്കാലത്ത് ബസ്സിന്റെ മുകളിൽ നിന്ന് കയറ്റലും ഇറക്കലും ഒക്കെ എന്താണ്? കിൻഡലേറെ 110 കിലോ ഉണ്ടാവും, കുറച്ചും കൂടി കൂട്ടിയിടും. 100 കിലോ ഉണ്ടാക്കുക. ഇന്ന് 100 കിലോനേ ഇല്ല. ഇന്ന് ഏത് സാധനം, ഇപ്പം അരിച്ചാക്ക് പഴയ കാലത്ത് കിൻഡൽ ചാക്ക, ഇപ്പോൾ ഉള്ളത് 26 കിലോ. പച്ചരി ആണെങ്കിൽ 50 കിലോ. കിൻഡൽ ചാക്കിൽ അരി എവിടെയും വരുന്നില്ല, വരൂല്ല, സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. പണ്ട് കിൻഡൽ ചാക്ക് ഏറ്റ എപ്പോൾ ഏറ്റണം? സുബഹി മുതലാണ് ഏറ്റ. വിയർത്തിട്ട് ഇങ്ങനെ കുളിക്കും, തിന്നാൻ പാടില്ല. ഇയാൾ മുത്തക്കയ്യ മനുഷ്യനാ, നോമ്പ് വെച്ചിട്ടുണ്ട്. 6-7 മണിയാകുമ്പോഴത്തേനും വിയർത്ത് കുളിച്ച് വിശന്ന് ദാഹിച്ച് ഇനി അവർ ദാഹം തുടങ്ങും. പിന്നെ ദാഹം മരവിക്കും, പിന്നെ അതാണ് പോവും. പിന്നെ ഇങ്ങനെ കുളിക്കും. ഏതുവരെ? മഗ്‌രിബ് വരെ. അതാണ് ഇംസാക്ക്. ഇതല്ലേ സബർ? പറയും. നമുക്ക് സബറുണ്ടോ? എന്ത് സബറാണുള്ളത്? എന്ത് സബറാണ് നമുക്കുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹീന വന്നപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടേ പോയി. ഇപ്പൊ ഒരു ശരീരത്തിൽ ആവശ്യത്തിൽ അസമുള്ള ദസം എങ്ങനെ എന്താ പറയാ, ഉദാഹരണം മനുഷ്യന് ഇപ്പോഴത്തെ പുതിയ ആധുനിക ശാസ്ത്രത്തിൻ്റെ മനുഷ്യന് പിന്നെ വെള്ളം കുടിച്ച ചികിത്സ ഉണ്ട്. ഇപ്പോൾ വെള്ളം, ഇപ്പോൾ എന്താ നേച്ചുറോപ്പതി, വെള്ളം കുടിച്ച ചികിത്സ. അത് തടി കൂടിയ മനുഷ്യന്മാർ എന്ത് ചെയ്യുക? നേച്ചുറോപ്പതി പോയാൽ അവരെന്ത് ചെയ്യും? വെള്ളം കൊടുക്കും, വെള്ളം കൊടുക്കും. അപ്പോൾ തടി കുറയും. അപ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കുക? അപ്പോൾ പുതിയ ശാസ്ത്രമാണ് എന്തെന്നറിയാം, ശാസ്ത്രത്തിൻ്റെതാണ് എന്ത്? ഈ മനുഷ്യനിൽ കെട്ടിക്കിടക്കുന്ന പല സാധനങ്ങളുണ്ടാവും. ആ സമയത്ത് അത് ഭക്ഷിക്കും, അത് കത്തി പോവും. അങ്ങനെയാണെങ്കിൽ അമ്മക്കൊക്കെ ഒരു കൊല്ലം നോമ്പ് വെച്ചാലും ഉടുങ്ങൂല. കാരണം അതിന് മാത്രം കെട്ടിക്കിടക്കേണ്ടി നമ്മളെ ഉള്ളിൽ സാധനങ്ങൾ. എനിക്ക് തിരിഞ്ഞേ മനസ്സിലായില്ല. പഴയ കാലത്ത്, ഞാനീ പറഞ്ഞ 970 വരെയുള്ള കാലത്ത് ഉണങ്ങിയ മനുഷ്യന്മാരാണ്. എന്തില്ല നമ്മളെ ഈ ചൊറുക്ക് എന്താണ് പഠിച്ച നമ്പർ? അപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഒരു ചൊറുക്കുണ്ടല്ലോ. ഈ ചൊറുക്കിന്റെ അസൽ എന്താ? തടിയിൽ കെട്ടിക്കിടക്കണത്. ആ കെട്ടിക്കിടക്കാൻ പോയാൽ നിങ്ങളാണ് ഉണങ്ങും. അസൽ നിങ്ങൾ ഉണങ്ങിയതാണ്. ഇന്നൊരു മനുഷ്യനെ മലബാറിൽ ഉണങ്ങിയ ഒരാളെ കാണാനില്ല. നാട് കാണുമ്പോൾ പോകേണ്ടി വരും ഒരാളെ ഉണങ്ങിയ കാണണമെങ്കിൽ. ഓലിപ്പം ഉണങ്ങാതെ കാരണം നമ്മൾ കൊണ്ടേ കൊടുത്ത് ഒരു തടി കൂടി. നിങ്ങൾ തല കൊടുത്തിട്ട് ഇത് ചിന്തിക്കി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും വരൂല. എന്തുകൊണ്ട്? നമുക്ക് ആവശ്യമായ ഊർജം നമ്മുടെ കെട്ടിക്കിടക്കുന്നുണ്ട്, അതെടുത്തുപയോഗിക്കും. നേച്ചുറോപ്പതി അറിയില്ലേ? എന്താ നേച്ചുറോപ്പതിക്കാർ ചെയ്യുന്നത്? പച്ച വെള്ളം കൊടുക്കും. 4 ദിവസം 5 ദിവസം മാറി. ഞാൻ ഒരാൾ ഇവിടെ വന്നിരുന്നു, ഇന്ന് 5ാമത്തെ ദിവസം എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലിടക്ക് പങ്കെടുക്കുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയയിൽ ക്ലാസ് കേൾക്കുന്ന ഒരാൾ. ക്ലാസ്സിന് വന്നു, ഞാൻ ഇവിടെ നേച്ചുറോപ്പതിൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഒരാഴ്ചയിൽ ഭക്ഷണമില്ല. എത്രാമത്തെ ദിവസമായി? ഇപ്പം പച്ചവെള്ളം മാത്രം കുടിച്ച് 5ാം ദിവസമായി. പച്ചവെള്ളം മാത്രം കുടിച്ചു 5ാം ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവന് ആവശ്യമായിട്ട് എല്ലാം നടക്കുന്നുണ്ട്. ഈ ഊർജത്തിൻ്റെ ബേസിക് സോഴ്സ് എന്താ? ആദ്യം കഴിച്ച് കെട്ടിക്കിടക്കണത്. ഞമ്മക്ക് ആദ്യം കഴിച്ചത് കെട്ടണ്ട. ഇന്നലെ രാത്രി കഴിച്ചത് കെട്ടിക്കിടക്കണ സാധനങ്ങൾ മഗ്‌രിബ് വരെ ആകുമ്പോൾ അതിൻ്റെ ലേശയും കൂടി ഒരു 10% ഇന്ന് തന്നെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴത്തേന് മഗ്‌രിബായി. അപ്പോൾ ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള അണുക്കളൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങളൊരു സുബൈ വരെ നീട്ടി തന്നാൽ കുറച്ചൊക്കെ ഞങ്ങൾ തീർത്തിരുന്നു. ഇത് ദഹിക്കാത്തത് കൊണ്ടാണ്, നമുക്ക് ദഹിക്കാത്തതുകൊണ്ടാണ് ഇത് നേരം വയറ്റിന്ന് പോകാത്തത്. അതുകൊണ്ട് നമ്മൾ മരുന്ന് കുടിക്കേണ്ടി വരുന്നത്. ദഹിച്ചാലല്ലേ വയറ്റിൽ നോക്കുക, ദഹിച്ചു തീരുന്നില്ല. അപ്പൊ ഈ ഇംസാക്ക് എന്ന് പറയുന്നത് അസ്ലൻ ഇന്ന് നമ്മളിലില്ല. കൂലി കിട്ടുമല്ലേന്ന് അല്ലാഹു അലൈഹി എനിക്കറിയില്ല. കാരണം ഇംസാക്കില്ലല്ലോ, പിന്നെ കൂലി കിട്ടുമല്ലേന്ന് എനിക്കറിയില്ല. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേയായി, ഇപ്പം നോമ്പേ ഇല്ല. കാരണം മനുഷ്യർക്ക് ക്ഷീണമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഇത് എന്തൊക്കെ. ഉദാഹരണം പറയാം, 3 കാര്യമാണ് ത്വാഅത്ത്, സബർ. 3 കാര്യമാണ് സബർ.
മൂന്നും ഒരുമിച്ച് കൂടിയത് കൊണ്ടാണ് സൗമിന് ഇത്ര വലിയ പ്രാധാന്യം. ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി തങ്ങളുടെ ലത്വായിഫുൽ മആരിഫിൽ നിന്നാണ് നാം വായിക്കുന്നത്. ലോകം കണ്ട വലിയ മഹാപണ്ഡിതനായ ഹിജ്റ 8-ാം നൂറ്റാണ്ടിലെ മഹാപണ്ഡിതന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ ലത്വായിഫുൽ മആരിഫിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അസ്സബ്റു സലാസത്തു അൻബാഇൻ, സബ്ർ 3 ജാതിയാണ്. സബ്റുൻ അലാ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല, ഒന്ന് അള്ളാഹിന്റെ ത്വാഅത്തിന്റെ മേൽ ക്ഷമിക്കുക. വസബ്റുൻ അലാ അൻ മഹാരിമില്ലാ, അള്ളാഹുവിന്റെ ഹറാമിനെ തൊട്ട് ക്ഷമിക്കുക. വസബ്റുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അള്ളാഹു ഖദറാക്കിയത് വേദനിപ്പിക്കുന്ന ഖദറുകൾ. ബിഷപ്പ് ഒരു വേദനിപ്പിക്കുന്ന ഖദറാണ്, കഷ്ടപ്പാട് വേദനിക്കുന്ന ഒരു ഖദറാണ്. ഈ 3 ഖദറിന്റെ മേലും ക്ഷമിക്കലാണ് എന്ത് യഥാർത്ഥത്തിൽ എന്ത് സബ്ർ. ആ 3ഉം ഉള്ള അമലാണ് എന്ത് നോമ്പ്. സബ്ർ 3 ജാതിയാണ്. സബ്റുൻ അലാ ത്വാഅത്തില്ലാ, സബ്റുൻ അൻ മഹാരിമില്ലാ, സബ്റുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ. ഒന്ന് ത്വാഅത്തിന്റെ മേൽ ക്ഷമിക്കുക. ഇപ്പൊ നോമ്പ് കാലം അള്ളാഹു നമുക്ക് ത്വാഅത്തിന്റെ മേൽ വെച്ചതാണ്, അപ്പൊ ആ ത്വാഅത്തിന്റെ മേൽ ക്ഷമിച്ചു. സബ്റുൻ അൻ മഹാരിമില്ലാ, ഹറാമുകളെ തൊട്ട് ക്ഷമിക്കുക. ഹറാമുകളെ തൊട്ട് ക്ഷമിക്കുക. പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, പാടില്ല ക്ഷമിക്കുക. 3 സബ്റുൻ അലാ അഖ്ദാരില്ല, ഹലാലായ തന്നെ പക്ഷെ അള്ളാഹ് ഖദറാക്കിയത് അന്ന് ചെയ്യണ്ടെന്നാണ്. അന്ന് തിന്നണ്ട, അന്ന് കുടിക്കണ്ട, അന്ന് ഭാര്യയുമായി ചേരണ്ട, ആര് കൽപ്പിച്ചു? അത് അസ്ലി ഈ സാധനങ്ങൾ ഹറാമല്ല, നിനക്ക് ഹലാലാണ്. പക്ഷെ റബ്ബിൻ്റെ തഖ്ദീറുണ്ട്, ഇന്ന് ഈ പകലിൽ വേണ്ട. അപ്പൊ ആ അളവിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? വിശപ്പ് അനുഭവിക്കണം. വെള്ളം കുടിക്കാൻ പറ്റൂല. ഈ യാത്രക്കാരനല്ല, തൊട്ടടുത്ത പറമ്പിൽ പണിയാണ്, കിണർ നിറച്ച് വെള്ളമാണ്, വെള്ളം കുടിച്ചാൽ മതി, പക്ഷെ പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ ആതിശ്, വിശപ്പ്, ദാഹം. നേരം വിളിക്കുന്ന കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത മനുഷ്യൻ രാത്രി തറാവി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കിടന്നിട്ട് പിന്നെ അറിയില്ല. പിന്നെ അറിയണത് ബാങ്ക് കൊടുക്കുമ്പോഴാണ്. മര്യാദക്കൊരു നോമ്പ് തുറന്നിട്ടുമില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി എന്തുകൊണ്ടാലും അവർ അങ്ങനെ ഉറങ്ങിയത്? നമ്മൾ അങ്ങനെ ഉറങ്ങൂല. എന്താ കാരണം? നമുക്ക് ക്ഷീണമില്ല. അഹ്ലുൽ ജന്നത്തി ലാ യനാമൂന ഫഇന്നഹും ലാ യഫ്തുറൂന. സ്വർഗ്ഗക്കാർ ഉറങ്ങൂല. എന്തുകൊണ്ട്? സ്വർഗ്ഗത്തിൽ ക്ഷീണമില്ല. അപ്പൊ ആരാണ് ഉറങ്ങുക? എത്ര ക്ഷീണം അതിനനുസരിച്ച് ഉറങ്ങും. ഞാൻ മരിച്ച മയ്യത്ത് ചില ആളുകളിലെ നമ്മൾ പണിയൊക്കെ എന്തെങ്കിലും ഒരു കൂട്ടി പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടൊരു പണിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് ചങ്ങായിമാരോട് എന്താ പറഞ്ഞാൽ ഇന്നലെ കടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ മരിച്ച മയ്യത്ത് പോലെ പെണ്ണുങ്ങൾ വിളിച്ചുള്ളൂ, ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ക്ഷീണം. നേരം വെളുത്ത് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കണ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി തറാവി കഴിഞ്ഞ പിന്നെ കിടക്കുക. ഈ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഓർമ്മ ഉണ്ടാവില്ല, അങ്ങോട്ട് ഉറങ്ങും. ഇന്നത്തെ പോലെ ഈ സാധനങ്ങളൊന്നും അക്കാലത്തില്ല. എന്ത് ഇപ്പൊ നമ്മളെ പേരിൽ ഒരു 25 മൊബൈലെങ്കിലും ബെല്ലടിക്കും. മക്കൾക്ക് ബെല്ലടിക്കും, ഭാര്യക്ക് ബെല്ലടിക്കും, ഞമ്മക്ക് ബെല്ലടിക്കും. ബെല്ലോട് എല്ലായിടത്തും ബെല്ല്. അപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മൾ എണീക്കും ചെയ്യും. എന്തുകൊണ്ട്? നമുക്ക് ക്ഷീണമില്ലാത്തവനെ നമുക്ക് ഉറക്കൂല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കും. അവരുറങ്ങും. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് വല്ലാക്കെ വിളിച്ചു പറയുന്ന നേരത്തെ എണീക്കുക. അപ്പൊ ഉണ്ടാക്കിയ ചോറുണ്ട്, എന്നെ മുരിങ്ങ താളിച്ച കറിയുണ്ട്, കഴിക്കാൻ വയ്യ. നേരം വിളിച്ച് കുട്ടിയെ കൊടുക്കും. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടില്ലേ? പറയും. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടില്ലേ? അറിയൂല. അപ്പോൾ സുബ്രത്തറിയ ഞാൻ തലേന്ന് എന്തോ നോമ്പ് തുറന്ന ആ ഭക്ഷണത്തിന് മെന്നി പിറ്റേന്ന് രാവിലെ പണിയുണ്ടാവും. പിറ്റേന്ന് രാവിലെ പണിയുണ്ടാവും. അപ്പൊ ഒരു മര്യാദക്ക് ഒരു ഭക്ഷണം കഴിക്കണത് 38-46 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? തന്നെ
അതാണ് ഇംസാക്ക്. അപ്പൊ ഈ അപ്പൊ അവരെ സ്വബർ എത്രയാണ്? 3 കാര്യങ്ങൾ കൂടി ഇതിലുള്ള ഒരുമിച്ച് കൂടും. ഇനി അറിഞ്ഞാൽ തന്നെ കാര്യമായി അത്താഴത്തിന് അറിഞ്ഞു തിന്നാല്ല. അപ്പൊ നമ്മളെ കാലഘട്ടം സൗകര്യങ്ങൾ അധികരിച്ചു. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് സൗകര്യമില്ലെങ്കിൽ കിറ്റ് കൊടുത്തേക്കും. നമ്മളെ കുട്ടിക്കാലത്ത് മനുഷ്യന്മാരുണ്ട്, എന്തില്ല, കിറ്റില്ല. ഗാന്ധിജിയുടെ കിറ്റ് ഇന്ത്യ എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു പണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. കിറ്റ് ഇന്ത്യ അല്ല, കിറ്റില്ല. എന്തുകൊണ്ട്? ആരാ കിറ്റ് കൊടുത്തേക്കണം? ഓനെന്നല്ല പിന്നെ കൊടുത്തേക്കണം. നമ്മളെ കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിറ്റിട്ടില്ല, ഒരു പെരേക്കും കിറ്റില്ല. ഇന്ന് കിറ്റ് കൊടുത്തേക്കാൻ കാരണം എന്താ? ഇപ്പൊ റമളാൻ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ, എന്തെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാം, അതിന് മാത്രം കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ല, പരിധി കവിഞ്ഞോ, അവർക്ക് തന്നെ കിറ്റ് കിട്ടി. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു പ്രയാസം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ കാലം, പഴയ കാലം തിരിച്ചു വരണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ തിരിച്ചു വന്നാൽ നോമ്പായി തീരും. ഇനി അതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഈ 3 സബ്റുകളും, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, വസ്സബ്റു അൻ മഹാരിമില്ലാഹ്, വസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനിപ്പിക്കുന്ന റബ്ബിന്റെ തഖ്ദീറുകൾ. വേദനിപ്പിക്ക, ഇത് തിന്നണ്ട, ഇത് കുടിക്കണ്ട, മര്യാദക്ക് തലേന്നോട് തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, എന്നിട്ടും ഇല്ല, എന്നിട്ട് പാടുമില്ല. ഈ 3 ഒരുമിച്ച് കൂടിയതാണ് എന്ത്? സുബ്ർ. അല്ല, ഏത്? ഈ 3 സുബ്റും ഒരുമിച്ച് കൂടിയ ഒരു അമലുണ്ടെങ്കിൽ ആ അമലാണ് എന്ത്? ഇപ്പൊ നിസ്കാരത്തിന്റെ ഇടയിൽ തിന്നാൻ പാടില്ല, മുമ്പും ശേഷവും തിന്നാൻ, കുടിക്കാൻ. നിസ്കാരം എന്നതൊരു തൊവീലായ അമലും അല്ല. ഹജ്ജിന്റെ ഇടയിൽ തിന്നാൻ, കുടിക്കാൻ, സക്കാത്ത് തിന്നോണ്ട് കൊടുക്കാൻ, തിന്നാനും കുടിക്കാനും ഒരു ദീർഘമായ സമയം പാടില്ലാത്ത ഒരൊറ്റ അമലേ ഉള്ളൂ. എന്ത്? നോമ്പ്. പാടില്ല. അപ്പൊ ഈ ഇതന്നെ. അപ്പൊ അടിസ്ഥാനം അതാണ്. നോമ്പിൽ, നമ്മളെ നോമ്പിനെ 3 കൂടുന്നുണ്ടോന്ന് പരിശോധിക്കണം. അതാണ് നോമ്പ്. അതായത് ത്വാഅത്തും ഉണ്ട്, ഹറാം ഒഴിവാക്കിയിട്ടും ഉണ്ട്, ഹലാൽ എന്നെ പടച്ചോൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ചെയ്യുന്നും ഇല്ല. ഈ 3 ഒരുമിച്ച് കൂടിയാൽ അതാണ് ഏത് നോമ്പ്? അതാണ് റമളാൻ നോമ്പ്. സുന്നത്തല്ല. സുന്നത്ത് നാളെ ഒഴിവാക്കി മറ്റന്നാൾ എടുക്കാം. ഇതല്ല, ഇന്ന് നാളെ തന്നെ. 11 മാസം നോമ്പ് ഖളാ കിട്ടുക, റമളാനിൽ പറ്റൂല. എന്തുകൊണ്ട്? റമളാനിൽ റമളാൻ നോമ്പുണ്ട്. മനസ്സിലായില്ല? ഒരു നോമ്പ് എനിക്ക് ശവ്വാലിൽ ഖളാ കിട്ടാം, ശഅബാൻ വരെയും ഖളാ കിട്ടാം, എന്നിൽ പറ്റൂല, റമളാനിൽ പറ്റൂല. കാരണം റമളാൻ നോമ്പുണ്ട്. മറ്റുള്ള നോമ്പൊക്കെ സുന്നത്താണ്, എടുക്കുകയും ചെയ്യാം, ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് നോമ്പ് എടുത്തു, നാളെ ഒഴിവാക്കാം. മറ്റൊന്നും അങ്ങനെയല്ല. നത്താൻ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ സബ്റിന് 3 വകുപ്പാണ്. ഈ 3 വകുപ്പും ഒരുമിച്ച് കൂടുന്ന 5 കാര്യം ഉണ്ടല്ലോ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സിലായോ? പിന്നെ തുഖീമസ്സലാ, പിന്നെ ഈ 5 കാര്യത്തിൽ 3 സബറും ഒരുമിച്ച് കൂടിയ ഒരൊറ്റ അമലുണ്ടെങ്കിൽ അതാണ് ഏത്? നോമ്പ്. റമളാൻ നോമ്പ്. റമളാൻ നോമ്പ്, റമളാൻ നോമ്പ്. അങ്ങനെ തന്നെ പറയണം. നാളെ സുന്നത്തോമ്പല്ല. സുന്നത്തോമ്പ് നാളെ, ഇന്നെടുത്താൽ നാളെ എടുക്കാതിരിക്കുക. അങ്ങനെയല്ല. ഇത് റമളാൻ നോമ്പാ, എന്നും എടുക്കണം, നാളെ എടുക്കണം. തിന്നിട്ടില്ല എന്ന് ഉതിര് പറയാൻ പറ്റൂല. അത് ഭയങ്കര. ആ ഒരു 3 നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പണിയാണ്, ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഏകദേശം പറഞ്ഞുതരാം. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് വളരെ വളരെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തുക. എന്നാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നോമ്പ് എന്നാൽ അത് ഹറാമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരൻ്റെ വായയുടെ വാസന പോലും എന്താണ്? അത്
അള്ളാഹുവിന്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് പറയണമെങ്കിൽ അത് അവന്റെ ഉള്ള അത്രയും ശുദ്ധിയായിട്ടല്ലേ. നോമ്പുകാരന്റെ വായയുടെ വാസന അള്ളാഹുവിന്റെ ലോകത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന്. നോമ്പുകാലം വന്നാൽ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ലോകത്തേക്ക് അതിഭംഗിയുള്ള ആരും കൊതിച്ചു പോകുന്ന വാസനകൾ വീശിയടിക്കും. അപ്പോൾ ഹൂറുൽ കവാഇബായ ആളുകൾ ചോദിക്കും, എന്താണത്? അപ്പോൾ പറഞ്ഞു, നോമ്പ് തുടങ്ങി, നോമ്പ് തുടങ്ങി, നോമ്പുകാരുടെ വായയുടെ വാസനയാണ്. അപ്പോൾ അവർ പറയും, റബ്ബേ, അവരിൽ നിന്ന് ഒരാളെ ഞങ്ങൾക്ക് ഇണയാക്കി തരണമേ റബ്ബേ എന്ന് അവർ ദുആ ചെയ്യുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഇവരെ ഉള്ളിലൊന്നുമില്ല, ഉള്ളിലൊന്നുമില്ലെങ്കിൽ പിന്നെ ഇല്ലായ്മല്ലേ വാസനിക്കുള്ളൂ. എൻ്റെ കൂടെ അല്ല, നമ്മൾ ഉള്ളി തിന്നാ ഉള്ളി വാസനിക്കും. എന്തേ അങ്ങനെ തന്നെയല്ലേ? ബിരിയാണി പള്ള നിറച്ച് തിന്നിട്ട് പെണ്ണുങ്ങളടുത്ത് പോയി കിടക്കി കയറി കിടന്ന നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിളമ്പണ്ടേ? എനിക്കൊന്നും വേണ്ട, ദേഷ്യം പിടിച്ച് കിടക്കാന്ന ഓള് വിചാരിച്ച്. അപ്പോഴാണ് കോട്ടുവായിട്ട് അപ്പം നേരെ എന്തോന്ന് ബിരിയാണിൻ്റെ വാസന. എനിക്ക് വേണ്ടാത്തതിനൊക്കെ കാരണം എനിക്ക് മനസ്സിലായി. അവനവൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരും. നോമ്പുകാരൻ ഉള്ളിലൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞ, നിങ്ങൾ വളരെ ചിന്തിക്കുക പറഞ്ഞ വാക്ക്. 30 ദിവസം നോമ്പ് കേൾക്കാൻ വേണ്ടി മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 30 ദിവസം നോമ്പ് പറ്റൂ. തുവാ മല കയറുന്ന നേരത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ കുഴിയിൽ കണ്ട വെള്ളത്തിൽ നിന്ന് വായ ശുദ്ധീകരിച്ചു. ഒരുപാട് കിതാബിൽ, ഈ കിതാബിലുണ്ട് ആ സംഭവം. ഈ ലത്തായിഫുൽ മാരിഫിൽ ആ സംഭവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് തുവായിലേക്ക് കയറുമ്പോൾ, കുന്നിലേക്ക് കയറുന്ന നേരത്തെ റബ്ബുമായി മുനാജാത്തിന് പോവാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഈ താഴെയുള്ള കുഴിയിൽ നിന്ന് വെള്ളം വായൊന്ന് കഴുകി. എന്തുകൊണ്ട്? റബ്ബുമായി മുനാജാത്തിന് പോവല്ലേ എന്ന് വിചാരിച്ച്. അവിടെ എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? നോമ്പുകാരൻ്റെ വായയുടെ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധമാകുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ 30 ദിവസം നോമ്പ് വെൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ നാറ്റം പോകാൻ വേണ്ടി 10 ദിവസം നോമ്പ് കൂടി നോറ്റാളി എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? തിൽക അശറത്തുൻ കാമില. പിന്നെ എത്ര ദിവസം കൂടി നോറ്റു? 10 ദിവസം നോറ്റു. ഇത് ചരിത്രത്തിൽ കാണാം. അപ്പം നോമ്പ് കാരണം ഉള്ളിലൊന്നുമില്ല, ബിരിയാണി ഇല്ല, ചോറുമില്ല, ഒന്നുമില്ല, അവൻ്റെ പള്ളിയിലൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുക. അപ്പം ആ ഒരു കാലം, അതാണ് നോമ്പിൻ്റെ മായന, അതാണ് നോമ്പിൻ്റെ ഉള്ള്. അവൻ്റെ ഉള്ളങ്ങോട്ട് ശുദ്ധിയായി. ഒരു ബിരിയാണി വാസനിക്കാനുമില്ല, ഒരു നെയ്ച്ചോറ് വാസനിക്കാനുമില്ല, ഒന്നുമില്ല. ഒരു പുതിയതായ ഒരു പദാർത്ഥത്തിന്റെ വാസന അവനിലില്ല. അപ്പോൾ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അള്ളാഹുവിന്റെ ലോകത്ത് അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് എന്ന്. വസബ്റൻ അലാ മാ യഹ്സുലു വസബ്റൻ അലാ അമ്മാ ഹറമ അല്ലാഹു അല സ്വാഇമി മിന ശഹവാതി വസബ്റൻ അലാ മാ യഹ്സുലു ലിസ്വാഇമി മിൻ അലമിൽ ജൂഇ. നോമ്പുകാരന്റെ സബറിൽപ്പെട്ടതാണ് എന്ത്? വിശപ്പിന്റെ വേദന. വൽ ആത്ഷി ദാഹത്തിന്റെ വേദന. വൽ ളുഅഫിൻ നഫ്സി വൽ ബദനി ആത്മാവിന്റെയും ശരീരത്തിന്റെയും ദുർബലത. അപ്പൊ പണി അങ്ങോട്ട് എടുത്തു. അത് നമുക്കില്ല തന്നെ. എന്തുകൊണ്ട്? നമ്മൾ വൈകുന്നേരം വരെ ദുർബലരാകണില്ല. നമ്മൾ വൈകുന്നേരം വരെ ദുർബലരാകണില്ലല്ലോ. ആത്മാവിന്റെയും ശരീരത്തിന്റെയും എന്ത്? ദുർബലതയുടെ വേദന. എണീറ്റിക്കാനാണ് വയ്യ, ഇവിടെ അങ്ങോട്ട് വളഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എണീറ്റിക്കാൻ വയ്യ. വളരെ മനുഷ്യന്മാർ എണീറ്റിക്കാൻ കഴിയും. പള്ളയിലൊന്നുമില്ലെങ്കിൽ മര്യാദ നടുനിവർത്തി എണീറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വേദന. അത് നമുക്ക് 30 ദിവസം ഇന്നത്തെ കാലത്ത് ഉണ്ടോ അല്ലേ?
ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ സബർ. ആ സബറിനാണ് റയ്യാൻ വാതിൽ. ഇപ്പൊ ഇന്നത്തെ കാലത്തെ നോമ്പുകാരെ റയ്യാൻ വാതിൽ കടത്തൂല എന്നൊന്നും പറയാൻ മാത്രം ഞാൻ ആളല്ല. പക്ഷെ അതേ സമയത്ത് ചവിട്ടിക്കയറ്റായിരിക്കും അത്. അംഗീകൃതമായ കയറ്റല്ല. എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാത്തവരെ ചവിട്ടിക്കയറ്റ അറിയും. അതിന് ഉദ്യോഗസ്ഥന്മാരെ പൈസ ചവിട്ടിക്കയറ്റും. ചവിട്ടിക്കയറ്റെന്ന് പറയാം. എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെ ഒരുത്തരം വിമാനത്തിൽ കയറ്റണമെങ്കിൽ അതിന് ചവിട്ടിക്കയറ്റെന്ന് പറയും പഴയ കാലത്ത്. അങ്ങനെയാണ് പറയും. അപ്പോൾ എന്ത് പറയും? മൽക്കുകളൊക്കെ പറയും നോമ്പല്ല, എന്നാലും നോമ്പ് പറഞ്ഞാൽ കുറേ കീപ്പിട്ട് മേപ്പിട്ട് നടന്നീനല്ലോ, പോയിക്കോട്ടെ. മൽക്കുകളൊക്കെ തമ്മിൽ നോക്കിയാണ്ട് കോങ്കണ്ണിട്ടാണ്ട് ഒരു ചെറിയും കാര്യമായി എന്നെ പോലത്തെ എന്ത് കയറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെ അത്രേ കയറ്റുള്ളൂ. കാരണം ഈ മൂന്നും ഒരുമിച്ച് കൂടിയാൽ നോമ്പ്. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹി വസ്സബ്റു അൻ മഹാരിമില്ലാഹി, പിന്നെ വസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനാജനകമായ റബ്ബിന്റെ ഖദറുകൾ, അതിനെ വേദനിക്കുക. എന്തൊക്കെയാണത്? അത് അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, പിന്നെ ദുഅഫുൽ ബദന്, വിശന്ന് അങ്ങെത്തി, ദാഹിച്ചും അങ്ങെത്തി. അപ്പൊ പിന്നെ നടു നിവർത്താൻ കഴിയൂല. അപ്പൊ ദുഅഫുൽ ബദന്, തടിക്കവിടെ എന്ത് വരും? പറയും ദുർബലത. ഞാനല്ല, ഇബ്നു ഹജർ റജബിൽ ഹംബലി തങ്ങൾ പറയാണ് നോമ്പിന്റെ യഥാർത്ഥ അർത്ഥം അതാണ്. അപ്പോൾ അസ്സബ്റു ലീ വ അനാ അജ്സി ബിഹി. അപ്പൊ അത്തരം കാര്യം ഓന്റെ പള്ളിയിലെ പൈപ്പ് എത്ര ആർക്കേ അറിയുള്ളൂ, അള്ളാഹ്ക്കേ അറിയൂ. ഇനി ഞാൻ വേറിട്ട് കൂലി കൊടുക്കും, ഞാൻ തന്നെ. അതിനാ വിശപ്പ് ഉണ്ടാണ്ട്, വിശപ്പില്ല. ചിന്തിക്ക്. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കേണ്ടി വരും. ഉണ്ടാക്കണം. അതിന് ഓൻ വേറിട്ട് പണിയെടുക്കണം, വേറിട്ട് നിൽക്കണം. അങ്ങനെ ആയാൽ ഇന്നവന് നോമ്പിൻ്റെ ഒരു ആവറേജ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്.